ഈ ഓമെന്ന് എഴുതുന്നതിനെ എടുത്ത് തിരിച്ച് മറച്ചിട്ടിട്ട് വാലെടുത്ത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അള്ളാഹു എന്ന് വായിക്കും. ഓമെന്ന് എഴുതിയ ആ ഒരു വാക്കിനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അള്ളാഹു എന്ന പദം കിട്ടുമെന്നാണ് നമ്മുടെ തോക്ക് സ്വാമി പറഞ്ഞു വെക്കുന്നത്. ഗൂഗിൾ ജെമിനിയോട് നമുക്കൊന്ന് ചോദിക്കാം. അത് ശരിയല്ല. ഓം എന്ന വാക്കും അല്ലാഹു എന്ന വാക്കും തമ്മിൽ ഭാഷാപരമായോ അർത്ഥപരമായോ ഒരു ബന്ധവുമില്ല. ഓം എന്നത് ഹിന്ദുമതത്തിലെ ഒരു പവിത്രമായ മന്ത്രമാണ്. അല്ലാഹു എന്നത് ഇസ്ലാമിൽ ദൈവത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. ഈ വാക്കുകളെ തിരിച്ചും മറിച്ചും വായിക്കുന്നത് വെറും ഒരു കൗതുകം മാത്രമാണ്. അതിന് യാതൊരു വാസ്തവവുമില്ല. ഈസാലയം എന്ന് പറയുന്ന സംസ്കൃത വാക്കെന്നാണ് ഇസ്ലാം ഉണ്ടാവുന്നത്. ഈസാലയം എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഇസ്ലാം എന്ന വാക്കുണ്ടായത് എന്നാണ് ഈ സ്വാമി പറഞ്ഞു വയ്ക്കുന്നത്. ഈസാലയം എന്ന് പറയുന്ന പദം സംസ്കൃതത്തിലുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ അങ്ങനൊരു പദം സംസ്കൃതത്തിലില്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഏതായാലും ജെമിനി അതിന് നൽകുന്ന ഉത്തരം എന്താണ് നമുക്കൊന്ന് കേൾക്കാം. ഇസ്ലാം എന്ന വാക്ക് അറബിക് പദമായ സലാം എന്നതിൽ നിന്നാണ് ഉണ്ടായത്. ഇതിന്റെ അർത്ഥം സമാധാനം, കീഴടങ്ങൽ എന്നൊക്കെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ മാമന്റെ പണി എന്തായിരുന്നു എന്ന് ആരെടുത്തെന്ന് ചോദിച്ചാൽ അറിയൂ? അദ്ദേഹം പുരാതനമായ ഗണപതിയുടെയും പരമശിവന്റെയും പാർവതി ദേവിയുടെയൊക്കെ വിഗ്രഹങ്ങൾ തേച്ചു മിനുക്കി വിറ്റിരുന്ന ഒരു ആന്റിക് ഡീലറായിരുന്നു. സ്വാമി പറഞ്ഞ ഈ ഒരു വിഷയത്തിൽ ജെമിനി പറഞ്ഞ ഉത്തരം എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഇല്ല, മുഹമ്മദ് നബിയുടെ അമ്മാവന്മാർ അത്തരത്തിലുള്ള ജോലികൾ ചെയ്തിരുന്നതായി ചരിത്രത്തിൽ പരാമർശമില്ല. അന്നത്തെ കാലത്ത് മക്കയിൽ വിഗ്രഹ നിർമ്മാണം ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ നബിയുടെ കുടുംബത്തിന് അതിൽ നേരിട്ട് പങ്കുണ്ടായിരുന്നില്ല. മക്കയിലെ കാബയിൽ അക്കാലത്ത് പല വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. പ്രധാനമായും ഹുബൽ, ലാത്ത്, മനാത്ത്, ഉസ്സ തുടങ്ങിയ ദേവതകളുടെ വിഗ്രഹങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ വിഗ്രഹങ്ങളെല്ലാം മക്കയുടെ ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ടവയായിരുന്നു. ഇവരുടെ എന്നാൽ അവിടെ നോക്കൂ, ശിവക്ഷേത്രത്തിലെ ആചാര രീതികൾ തന്നെയാണ് അവിടെ നിന്നും തുടരുന്നത്. വലത്തോട്ടുള്ള പ്രദക്ഷിണത്തിന് മാറി ഇടത്തോട്ടായിരുന്നേ. പരിശുദ്ധ കാബയ്ക്ക് ചുറ്റും മുസ്ലിമിങ്ങൾ തവാഫ് ചെയ്യുന്ന ആ ഒരു പ്രദക്ഷിണം അത് പണ്ട് ശിവക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണവുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ജെമിനിയുടെ ഉത്തരം നമുക്കൊന്ന് കേൾക്കാം. ഇസ്ലാമിലെ ആചാരങ്ങൾ ഖുർആനിലും സുന്നത്തിലും അധിഷ്ഠിതമാണ്. ശിവക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ ഹിന്ദുമത വിശ്വാസങ്ങളെയും പിന്തുടരുന്നു. ഇവ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇത്തരം തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ തോക്കുസ്വാമി എന്തോ വലിയ ജ്ഞാനിയാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുകയാണ്. എൻ്റെ പൊന്ന് തോക്കുസ്വാമി, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചതോ പറഞ്ഞു വെച്ചതോ കാര്യങ്ങൾ അതേപടി വിശ്വസിക്കാതെ